കഴിഞ്ഞ ദിവസം കേരള കൗമുദി പത്രത്തിൽ ഒരു വാർത്ത വരികയുണ്ടായി. തിരുവൈരാണിക്കുളം സ്പെഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട് ആലുവ ഡിപ്പോയിലെ ഡ്രൈവർ ശ്രീ മെഹബൂബ് അവിടെ ഒരു ഓട്ടോ തൊഴിലാളിയുമായി പ്രശ്നമുണ്ടായി എന്നും അദ്ദേഹത്തെ മർദ്ദിച്ചെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്ത. ഏതായാലും ഈ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ശ്രീ മെഹബൂബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വെൽഫെയർ അസോസിയേഷൻ ഒരു ഭാരവാഹിയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ ഓട്ടോ ഡ്രൈവർക്കുണ്ടാകുന്ന പരാതികൾ അവർ തമ്മിൽ പരസ്പരം അത് പറഞ്ഞു തീർക്കുന്നു. അവിടെ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വൺ വേ തെറ്റിച്ചുള്ള വാഹനങ്ങൾ കടത്തിവിട്ടതൊക്കെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഏതായാലും ഇത് പെട്ടെന്ന് തന്നെ വാർത്തയാകുന്നു. KSRTCയിൽ ഇത് സംബന്ധിച്ച് പരാതിയാകുന്നു. അപ്പോഴാണ് ഈ ആലുവ ഡിപ്പോയെ സംബന്ധിച്ച്, ആലുവ ഡിപ്പോയിൽ നിന്നുള്ള ഡ്യൂട്ടിയാണ് ഈ നടന്നിരിക്കുന്നത്. അപ്പോൾ ആലുവ ഡിപ്പോയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാനിടയായത്. കാരണം ഇത് നിസാരവൽക്കരിച്ച് തീർക്കപ്പെട്ട, പരസ്പരം പറഞ്ഞു തീർക്കപ്പെട്ട ഒരു കാര്യം പത്രവാർത്തയാകുന്നു. ഇത് അതിൻ്റെ പേരിൽ മറ്റ് രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നടപടികൾ കളിക്കുകയാണ്. അപ്പോൾ ആലുവ ഡിപ്പോയെ സംബന്ധിച്ചിടത്തോളം ഈ INTUC കേന്ദ്രീകൃതമായിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള ഒരു പ്രവർത്തനം, അതായത് ദൈനംദിന പ്രവർത്തനങ്ങളിൽ കൃത്യമായി യൂണിയൻ ഇടപെടലുകൾ നടത്തുക. അപ്പം അതിനുവേണ്ടി തന്നെ അവിടെ ഇപ്പോൾ ഈ അവിടെ ഒരു ATO ഓഫീസറായിട്ടിരിക്കുന്ന അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ സുനിൽ, പുറമെ മറ്റ് അസോസിയേഷൻ്റെ അനുഭാവിയാണെന്നൊക്കെ പറയുമെങ്കിലും അയാൾ ഇവിടെ നിൽക്കുന്ന INTUCയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള, കാരണം ഇപ്പം എനിക്ക് തോന്നുന്നത് ഭരണം മാറി വരും, അപ്പോൾ ഉടനെ തന്നെ ഭരണം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഈ ചോട്ടാ നേതാക്കന്മാർ വീമ്പിളക്കുന്നുണ്ട്. ഇനി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഏതായാലും പേടിച്ചിട്ടാന്ന് തോന്നുന്നു ഈ സുനിൽ എന്ന് പറയുന്ന ATO ഈ INTUCയുടെ ഒരു പിടിയാളായിട്ട് അവിടെ പ്രവർത്തിക്കുക. INTUCയുടെ അല്ല, CIT പറയുന്നതും കേൾക്കുന്നത് തന്നെയാണ്. ഈ പിടിയാളുകൾ എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ ഇപ്പം അംഗീകാരം പോയിട്ടും അതിൻ്റെ ഹാങ് ഓവർ ഈ ATOയ്ക്ക് വിട്ടുമാറിയിട്ടില്ല. അപ്പോൾ സുനിലിന് ആ ഹാങ് ഓവർ വിട്ടുമാറിയിട്ടില്ല. അപ്പോൾ സുനിൽ വിചാരിക്കുന്ന സുനിലെ സംരക്ഷിക്കാനും നിലനിർത്താനും ഒക്കെ ഈ യൂണിയൻ നേതാക്കളുടെ പൃഷ്ഠം താങ്ങണം എന്നുള്ള ഒരു ഗതികേട് ഈ KSRTCയിലെ നട്ടലില്ലാത്ത അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർമാരും DTOമാരും ഒക്കെ ചെയ്യുന്ന ആ പരിപാടി തന്നെയാണ് സുനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് അവിടെ ഒരുത്തൻ INTUCയുടെ ജില്ലാ നേതാവ്, അയാളുടെ പേര് TV അനിൽകുമാർ. അപ്പോൾ ഇദ്ദേഹം കാലങ്ങളായി അവിടെ ഇല്ലാത്ത രോഗത്തിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ തവണയും അദ്ദേഹത്തിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതർ ഡ്യൂട്ടിയുടെ ഇത് കൊടുക്കുന്നു. ഓരോ തവണ കൊടുക്കുമ്പോഴും പേപ്പർ അവിടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈ പേപ്പർ കട്ടെടുത്തോണ്ട് പോരുന്നതാണെന്ന് അറിയത്തില്ല. ഏതായാലും ആ പേപ്പറിൽ ഈ പറഞ്ഞ ആളുകൾ ഒപ്പിട്ടിട്ടില്ല. ഒപ്പിടാത്ത ഏതെങ്കിലും ഒരു പേപ്പർ കൊണ്ട് കാണിക്കുന്നു. ഈ ATO അയാൾക്ക് വീണ്ടും അതർ ഡ്യൂട്ടി അനുവദിച്ച് നൽകുകയും ചെയ്യുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് അതർ ഡ്യൂട്ടി അനുവദിച്ച് നൽകുന്ന, അത് കാരണം യൂണിയൻ പ്രവർത്തനത്തിന് വേണ്ടി, തൊഴിലാളികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ അതർ ഡ്യൂട്ടിയിൽ നിൽക്കുവാനുള്ള ഇതുകൊണ്ട്. അപ്പോൾ ഈ അനിൽകുമാറിൻ്റെ ഇത്തരത്തിൽ അതർ ഡ്യൂട്ടികൾ നൽകിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ നമ്മുടെ വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ മെഹബൂബ്, അദ്ദേഹം ഈ അനിൽകുമാറിനെ അനുവദിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ഗാർഡായിട്ട് അവിടെ VSൻ്റെ ഓഫീസിൽ VSൻ്റെ കസേരയിൽ ഇരിക്കുന്നു. അങ്ങനെ അവിടെ ചെന്ന് ആ വിവരം ഇപ്പം VSൻ്റെ കാര്യത്തിൻ്റെ മേലുള്ള അധികാരത്തിന്മേൽ കൈ കടത്തിക്കൊണ്ട് VSൻ്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്ന കാര്യം വീഡിയോ എടുത്തു എന്ന കാരണത്താൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇടിക്കുകയും അത് അവിടെ ക്രിമിനൽ കേസാകുകയും ആ ക്രിമിനൽ കേസിൽ ഇയാൾ സസ്പെൻഷനാകുകയും ചെയ്യുക. അപ്പോൾ ഈ അതായത് അവിടുത്തെ യൂണിയൻ നേതാവായിട്ടുള്ള ഈ അനിലിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ സുനിൽ എന്ന് പറയുന്ന അവിടുത്തെ യൂണിറ്റ് അധികാരി അത് ശ്രമിച്ചിട്ട് ഇപ്പം KSR റൂളിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു കുറ്റാരോപിതനായ വ്യക്തി സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ അയാളെ തിരിച്ചു കയറ്റുമ്പോൾ, ഈ കുറ്റത്തിൻ്റെ അന്വേഷണം പൂർത്തിയാകാത്ത തിരിച്ചു കയറ്റുമ്പോൾ മറ്റൊരു ഡിപ്പോയിലേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക് കയറ്റുകയും 6 മാസത്തിനുള്ളിൽ ഈ അന്വേഷണത്തിൻ്റെ പരിധി തീർന്ന ശേഷം മാതൃ ഡിപ്പോയിലേക്ക് കൊടുക്കണം, മാതൃ യൂണിറ്റിലേക്ക് കൊടുക്കണമെന്നാണ് KSRTCയിലെ എല്ലാ കാലത്തെയും കീഴ്വഴക്കം അങ്ങനെയാണ്. പക്ഷേ ഇവിടെ അനിൽകുമാറിൻ്റെ കാര്യത്തിൽ ഈ സുനിൽ അവിടെ സ്വാധീനിച്ചുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ അതായത് കുറ്റപത്രം നിലനിർത്തിക്കൊണ്ട് അയാളെ തിരിച്ചു കയറ്റുന്നു. വിചിത്രമായൊരു ഉത്തരവ്. KSRTCയിൽ അങ്ങനെയുള്ള ഉത്തരവുകൾ അപൂർവമാണ്. അതായത് ഞാൻ നിങ്ങളെ ആ ഉത്തരവ് കാണിക്കാം. അപ്പോൾ ഓരോ തവണ ഇല്ലാത്ത ഏതാണ്ട് വയറിളക്കോ ഛർദിയാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഇത് കാണിച്ചിട്ട് INTUCയുടെ യൂണിയൻ പ്രവർത്തനം നടത്തുവാൻ വേണ്ടി അവിടെ അനുമതി കൊടുക്കാൻ ആണ് യൂണിറ്റ് അധികാരിയായിട്ടുള്ള ATO ശ്രമിച്ചത്. അപ്പോൾ ഇതിനെ എതിർത്തതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ളൊരു ചെറിയ വാക്കുതർക്കം ഉണ്ടായതിനെ പർവ്വതീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട്
വെൽഫെയർ അസോസിയേഷനിലെ അല്ലെങ്കിൽ ഇവരുടെ ഈ കൊള്ളരുതായ്മയ്ക്ക് ഇപ്പൊ ആലുവ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൊള്ളരുതായ്മകളാണ്. സ്വകാര്യ ബസ്സുകളുമായി ചേർന്നുകൊണ്ട് മലയോര മേഖലയിലോട്ടുള്ള സർവീസ് മുഴുവനും സ്വകാര്യ ബസ്സിന് വേണ്ടി മറച്ചു വിറ്റിയ ഒരുത്തനായിട്ടാണ് അവിടെ യൂണിറ്റ് അധികാരിയായിട്ടിരിക്കുന്നതെന്നാണ് വെൽഫെയർ അസോസിയേഷൻ അഭിപ്രായപ്പെടുന്നത്. കാരണം ഈ മലയോര മേഖലയിലേക്ക് ഐഷർ ബസ് കൊടുക്കുക. അപ്പൊ ഇന്ന് രാജാക്കാടിന് പോകുന്ന വണ്ടി 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് പോയി വരുള്ളൂ. കാരണം പോകുന്ന വണ്ടി വഴി കിടക്കും. അത്തരത്തിൽ അവിടെ ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ സമയം സ്വകാര്യ ബസ്സുകൾക്ക് വേണ്ടി ക്രമീകരിച്ചു കൊടുക്കുക. ഇത്തരത്തിൽ ആലുവ ഡിപ്പോയെ മുച്ചൂട് പിടിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരാൾ തൻ്റെ ഇത്തരമുള്ള ഈ അഴിമതി പ്രവർത്തനങ്ങൾ ട്രേഡ് യൂണിയന്റെ സപ്പോർട്ട് ലഭിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ട്രേഡ് യൂണിയൻ നേതാവിന് KSRTCയെ നശിപ്പിക്കുവാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നതിന് പകരമായി യൂണിയൻ നേതാവിന് ഈ ഇല്ലാത്ത ഒരു രോഗത്തിന്റെ പേരിൽ അതർ ഡ്യൂട്ടികൾ നൽകി അനുഗ്രഹിക്കുന്ന കാഴ്ചയാണ് ആലുവ ഇത് കാണുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് പറയാം, ഇപ്പൊ നമ്മളിപ്പോ ഒരു ട്രേഡ് യൂണിയൻ ഇതിന്റെ പേരിൽ നമുക്കാണ് അതർ ഡ്യൂട്ടി കിട്ടാത്തത് കൊണ്ട് പറയുന്ന അങ്ങനെ ഒരു പരിപാടി ഇല്ല. വെൽഫെയർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം യോഗ്യതയുള്ള ആളുകൾക്ക് അതിന്റെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുമ്പോൾ അല്ലാതെ ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പ്രവർത്തനവും നടത്തിയതായിട്ട് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നിലവിലൊരു ക്രിമിനൽ കേസ് നിലനിൽക്കെ അതേക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ഒരാളെ എങ്ങനെയാണ് അതേ ഡിപ്പോയിൽ തന്നെ തിരികെ കയറ്റുവാൻ സാധിക്കുക? ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് KSRTC രൂപീകൃതമായിട്ടുള്ള മെഡിക്കൽ ബോർഡിലേക്ക് ഈ TN സമർപ്പിച്ചിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ അയച്ചു കൊടുക്കണമെന്നും KSRTC രൂപീകരിച്ചിട്ടുള്ള മെഡിക്കൽ ബോർഡിൽ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പല കുറി ഉള്ള ലെറ്ററിന്റെ കോപ്പിയാണ് ഇത്. ഏത് തവണയാണ് ഇയാൾ നൽകിയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഈ മെഡിക്കൽ ബോർഡിന്റെ മുമ്പിൽ ഹാജരാക്കിയിട്ടുള്ളത്? ഇയാളുടെ ഈ അതർ ഡ്യൂട്ടിയുടെ കാലയളവ് ഇയാളുടെ ഈ ഇൻക്രിമെന്റിന്റെ പരിഗണനയിലേക്ക് സർവീസിന്റെ പരിഗണനയിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച് അതർ ഡ്യൂട്ടി അനുവദിക്കുന്ന ഉത്തരവിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇയാൾക്ക് ഈ പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളോടുകൂടിയും ഈ അതർ ഡ്യൂട്ടിയിൽ തുടരുവാൻ സാധിക്കുന്നത്? അപ്പൊ അതിന് സഹായം ചെയ്തു കൊടുക്കുന്ന ഈ ATOമാരും ബാക്കിയുള്ളവരും ആ ഡിപ്പോയിൽ നിൽക്കുകയാണ്. അപ്പൊ ATOയ്ക്ക് ഇത് സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണ്? ATOയുടെ കള്ളത്തരങ്ങൾ പുറത്തു വരരുത്. അപ്പൊ അതിനുവേണ്ടി എന്താണ് ഈ അംഗീകൃത യൂണിറ്റുകളെ സഹായിക്കും. ഇപ്പൊ അംഗീകാരം പോയെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായം തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് ഒരു KSRTCക്ക് ലാഭകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരാളെ അതിന്റെ പേരിലുണ്ടാകുന്ന ഒരു വാക്കുതർക്കത്തിൽ അതിനെ മറിച്ച് വേറൊരു വിധത്തിലായി വക്രീകരിച്ചുകൊണ്ട് ആളെ കൊണ്ട് ഡിപ്പോയിൽ പരാതി കൊടുപ്പിക്കുന്നു, അവരുടെ അനിയനെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നു, പത്രക്കാരനെ വിളിച്ചു പറഞ്ഞിട്ട് തെറ്റായ ഒരു വാർത്ത കൊടുക്കുന്നു, ഇത്തരത്തിൽ ചിത്രീകരിക്കുക. ഏതായാലും വെൽഫെയർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള ഭയവുമില്ല. കാരണം മടിയിൽ കനവില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ട എന്ന് പറയുന്ന പോലെ വളരെ കൃത്യമായും വ്യക്തമായും നേരായ വണ്ണം കാര്യങ്ങൾ അറിയുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഇത്തരത്തിലുള്ള മാനേജ്മെന്റ് ഉടായ്പകൾ ഈ ട്രേഡ് യൂണിയനുകളുടെ പൃഷ്ഠം താങ്ങുന്ന ഈ സുനിലിനെ പോലെയുള്ള ATOമാര് എന്തെങ്കിലുമൊക്കെ ഈ റഫറണ്ടം അടുത്ത് വരുമ്പോൾ വെൽഫെയർ അസോസിയേഷനെ ഏതെങ്കിലും തരത്തിൽ ഇല്ലായ്മ ചെയ്യാം അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താം എന്ന് കരുതിക്കൊണ്ട് ഇത്തരം ഓലക്കീറുകളുമായിട്ട് വരുമ്പോൾ ഓർക്കേണ്ടതുണ്ട്, നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുവാൻ ശ്രമിക്കുന്നത് ഇതിന്റെ എല്ലാം രേഖകൾ കൈവശപ്പെടുത്തിക്കൊണ്ട് നേരത്തെ തന്നെ വിവരാവകാശം മൂലവും നിങ്ങൾ കാണിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്ത് അത് പൊതുസമൂഹത്തോട് വെളിപ്പെടുത്തുന്ന ഒരു സംഘടനയോടാണ് ഏറ്റുമുട്ടുവാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ അനിൽകുമാറിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം അനിൽകുമാറിനെതിരെയുള്ള പരാതികൾ നിരന്തരമായി കൊടുത്തിട്ടും എറണാകുളം വിജിലൻസ് IC ഉൾപ്പെടെയുള്ള ആളുകൾ അത് മുക്കി വെക്കുകയും മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തിട്ട് രക്ഷയില്ല. ഇപ്പൊ TN തന്നെ ആറ്റിങ്ങലങ്ങാണ്ട് ജോലിക്ക് കയറിയിട്ട് പിന്നെ ആരുമായി വന്നിട്ട് ട്രാൻസ്ഫർ പോലും ആയിട്ടില്ല. അപ്പോ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി അവിടുന്ന് തിരികെ വന്നിട്ട് ഇതുവരെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഈ യൂണിയൻ നേതാവിനെ ഈ തന്റെ അഴിമതി മറയ്ക്കുന്നതിന് വേണ്ടി സംരക്ഷിച്ച് നിർത്തുന്ന സുനിൽകുമാറിനെ പോലുള്ള ATOമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന്റെ എല്ലാം കൃത്യമായ കാര്യങ്ങളും രേഖകളും വെച്ചുകൊണ്ടാണ് വെൽഫെയർ അസോസിയേഷൻ സംസാരിക്കുന്നത്. ഓലപ്പാമ്പുകൾ കാണിച്ചുകൊണ്ട് പേടിപ്പിക്കാം എന്ന് വിചാരിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you.